ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഓവണൊന്നും യൂസ് ചെയ്യാണ്ടാണ്. അപ്പോൾ കുക്കറിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ സ്പൂണോ മെഷർമെൻറ്റ് കപ്പോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് താഴെ ഇതുപോലെ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ മെഷർമെൻറ്റും ഈ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദമാവ് വെച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ മുന്നേ ഒരു സീബ്ര കേക്ക് ചെയ്തിട്ടുണ്ടല്ലോ അരിപ്പൊടി വെച്ചിട്ട്, അതുപോലെ അരിപ്പൊടി എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. പിന്നെ നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. പിന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, ഇതൊരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ ഞാൻ ഇവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണല്ലോ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി എടുത്തത്, അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ സെയിം അളവിലാണ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓയിൽ ആയാലും മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ആദ്യം നമുക്ക് മുട്ട ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ബട്ടർ പേപ്പർ ഇല്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നമുക്ക് എങ്ങനെ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ നോട്ട്ബുക്കിലുള്ള ഒരു പേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ, പേപ്പർ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ബട്ടർ പേപ്പറിൻ്റെ സെയിം എഫക്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യത്തിന് ഇതുപോലെ വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വെച്ചിരുന്നു, പക്ഷെ പിന്നെ വേണ്ടാന്ന് ഇതുപോലെ റെസിപ്പിയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കുക്കറിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടിയിൽ ഈ ഒരു കേക്ക് ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. നല്ല സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോസ് പാനൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കയ്യിലുള്ളത് ഈ സൈഡിലൊക്കെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള 2 ബൗളാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു വലിയ ബൗളും ഒരു കുഞ്ഞു ബൗളും, കുഞ്ഞല്ല അത്യാവശ്യം വലുപ്പമുണ്ട്, ബൗളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം സൈസ് ബൗളിലേക്ക് ആദ്യം മുട്ടയുടെ വൈറ്റ് കളർ എടുത്ത് മാറ്റിയിട്ട് മറ്റേതിലേക്ക് മുട്ടയുടെ മഞ്ഞയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കയ്യിലോ അതുപോലെ മുട്ടേൻ്റെ മുകളിലോ അങ്ങനെയൊന്നും ബൗളിലോ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. നമ്മൾ ഈ ഒരു എഗ് വൈറ്റ് പതപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് പൊന്തിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നല്ല കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പം നന്നായിട്ട് മുട്ടേൻ്റെ വെള്ളയിലേക്ക് മഞ്ഞയൊന്നും പെടാതെ നമുക്ക് മാറ്റി വെക്കാം. മഞ്ഞയിലേക്ക് കുറച്ച് വെള്ളം പെട്ടാൽ കുഴപ്പമില്ല, പക്ഷേ വെള്ളയിലേക്ക് ഒട്ടും തന്നെ മുട്ടയുടെ മഞ്ഞ പെടാൻ പാടില്ല. പിന്നെ നമുക്ക് ബീറ്റർ വേണം ഈ ഒരു കേക്ക് ചെയ്യാൻ. അപ്പോൾ ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കുക, കാരണം വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ബൗളിലോ ബീറ്ററിൻ്റെ ബ്ലേഡിലോ നമ്മുടെ കയ്യിലോ ഒന്നും ഒരു തുള്ളി വെള്ളം പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുട്ടവെള്ളം പതപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടവെള്ളം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പതപ്പിക്കുന്നതിൻ്റെ ഇടയിൽ. അതുപോലെ പഞ്ചസാര പൊടിച്ചതിൽ നിന്ന് ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ലോ സ്പീഡിൽ ഒരു 60 സെക്കൻഡൊക്കെ നമുക്ക് ലോ സ്പീഡിലൊന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പത വരുന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ ഒരു മെത്തേഡിൽ അമൃതം പൊടി കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു മിക്സിയിൽ ചെയ്യാൻ പറ്റുമോ ഈ ഒരു എഗ് വൈറ്റ് പതപ്പിക്കുന്നതെന്ന്. അപ്പോൾ മിക്സിയിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു പെർഫെക്ഷനിൽ എഗ് വൈറ്റ് പതപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് കണ്ടില്ലേ, ഇതുപോലെ സ്നോ പോലെ ആയിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പെടുത്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർത്തിട്ട് 1 സ്പൂൺ കൂടി പഞ്ചസാര, അങ്ങനെ ടോട്ടലി 2 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഒരല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു മഞ്ഞ് പോലെയായിട്ട് വരും, മഞ്ഞ് കട്ട പോലെയായിട്ടാണ് ഉണ്ടാവുക. ഇനി ലാസ്റ്റിൽ നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേക്കിന് വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെമൺ ജ്യൂസ്. അതുപോലെ കേക്ക് നന്നായിട്ട് റൈസ് ചെയ്യാനായിട്ടാണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഈ ബൗൾ ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാൽ പോലും ഇത് താഴത്തേക്ക് പോവില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ എഗ് വൈറ്റ് പതിപ്പിച്ചെടുക്കാൻ. അപ്പോൾ എഗ് വൈറ്റ് പതിപ്പിച്ചെടുക്കുന്നത് നമ്മൾ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയിലേക്ക് ബാക്കി പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ പോയിട്ട് നല്ലൊരു ഏകദേശം ഒരു വൈറ്റ് കളറിൻ്റെ അടുത്ത് വരും. അതുപോലെ നല്ലൊരു ക്രീമി സ്ട്രക്ചറായിട്ട് വരും. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കണ്ടില്ലേ, ഇത് നല്ലൊരു ക്രീം പോലെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 2 സ്പൂണ് കറക്റ്റാണ് ഈ ഒരു മെഷർമെൻറ്റിൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ചൊരു വലിയ സ്പൂൺ ഉണ്ടല്ലോ, ടേബിൾ സ്പൂൺ ടൈപ്പ്, ആ ഒരു സ്പൂണിലാണ് ഞാൻ 2 സ്പൂൺ ഓയിൽ ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്ക് ബാറ്ററാണ്. ഇനി നമുക്കിതിലേക്ക്, ഞാൻ വിട്ടുപോയതാണ് നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ, ഒരു 2 ടീസ്പൂണോളം, ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലും മുട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർക്കരുത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ട വലിയ സൈസ് മുട്ടയൊക്കെ ആണെങ്കിൽ ഇത്രയും പാലിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള കൊക്കോ പൗഡർ, നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ഫ്ലേവർ, നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ നന്നായിട്ട് കേക്കിൽ വേണമെങ്കിൽ 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദയുടെ അളവോ അല്ലെങ്കിൽ എന്താണ് എടുക്കുന്നത്, ഗോതമ്പ് മാവാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കട്ട കെട്ടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ള 2 സ്പൂൺ ചേർക്കുമ്പോൾ നിങ്ങൾ ഇത്രയും അളവ് ഫ്ലോർ ചേർക്കരുത്. അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാറ്റർ വരേണ്ടത്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ബാറ്റർ ഉണ്ടാവുക. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇതുപോലെയാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. എൻ്റെ ഗ്ലാസ് അളവിൽ 1/2 ഗ്ലാസോളം ചേർത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ഗ്ലാസ് വലുതാണെങ്കിൽ നിങ്ങൾ എത്ര ചേർത്തിട്ട് നോക്കുക, ഈ ഒരു പാകത്തിന് ചേർക്കുക. ഇത്രയും കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇതിൻ്റെ ഒരു. അപ്പോൾ ആ ഒരു തിക്നെസ് ചേർക്കുക. കാരണം നമ്മൾ എഗ് വൈറ്റ് കൂടി ലൂസ് ആവുകയാണെങ്കിൽ നമ്മൾ എഗ് വൈറ്റ് കൂടി ചേർക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ എഗ് വൈറ്റ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേശ്ശെയായിട്ട് ചേർക്കുക. അതുപോലെ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ, അതായത് ഇതുപോലെ ഒന്ന് ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലാതെ നിങ്ങൾ കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ ഡയറക്ഷനിലോട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ മുട്ട പതഞ്ഞത് അങ്ങനെ തന്നെ താണു പോകും. നമ്മുടെ ബാറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, താണു പോകും. നമ്മളിത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ ചേർക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് നല്ലൊരു സ്പോഞ്ചി ആക്കി എടുക്കുന്നത്, ഈ ഒരു മുട്ടയുടെ വെള്ളം. ഇപ്പം ഞാൻ മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലോ ആയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോസ് പാനിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സോസ് പാനിൽ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചിട്ടും ചെയ്യാം. പക്ഷേ കുക്കറിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ കുക്കർ ഞാൻ അടിയിലൊരു സോസ് പാൻ വെച്ച് അതിൻ്റെ മുകളിൽ, ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ചൂടായ കുക്കറിലേക്ക് തന്നെ കേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 10 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ ഇടേണ്ട ആവശ്യമില്ല, വാഷറൊക്കെ അവിടെ തന്നെ ഉണ്ട്. കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു 25 മിനിറ്റോളം ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിരിക്കും ഏകദേശം കുക്കിംഗ് ടൈമൊക്കെ. ഇതിപ്പോൾ കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 25 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്താൽ മതി.
അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള കുക്കറാണ് എടുക്കുന്നതാണെങ്കിൽ ഇത്രയും ടൈം ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യും. ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കേക്ക് പൊങ്ങി വന്നത് താണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കേക്ക് കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെയാണ്, അതുപോലെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നും ഒരു ക്യാരറ്റ് കേക്ക്, അതുപോലെ അരിപ്പൊടി വെച്ചിട്ടൊരു സീബ്ര കേക്ക്, അതൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഓവണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം ബാറ്റർ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിൽ 1/2 ഗ്ലാസ് എടുത്തെടുത്ത് നിങ്ങൾക്ക് 1 ഗ്ലാസ് വെച്ചിട്ട് 4 മുട്ട, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ആക്കിയിട്ട് അങ്ങനെ കുറച്ചുകൂടി വലിയ കേക്കാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് കരുതുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.